ലഹരി ഉപയോഗത്തെ ലഘൂകരിക്കുന്ന സിനിമകൾ കുട്ടികൾക്ക് പ്രചോദനമാകുന്നുവെന്ന് ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ. ലഹരി പ്രശ്നമല്ലെന്ന് ചില സിനിമകൾ തെറ്റായ സന്ദേശം നൽകുന്നു. അതുപോലെ സർക്കാർ മദ്യമൊഴുക്കി പ്രോത്സാഹനം നൽകുന്നുവെന്നും വിമർശനം. സിന്തറ്റിക് ഡ്രഗുകളിലേക്കല്ല, സിന്തറ്റിക് ട്രാക്കുകളിലേക്ക് കുട്ടികളെ വഴിതിരിച്ചു വിടണമെന്നും കാതോലിക്ക ബാവ. പല കലാലയങ്ങളിലും കുഞ്ഞുങ്ങൾ ലഹരിക്ക് അടിമകളായിട്ട് പരസ്പരം തല്ലും അടിപിടിയും കത്തിക്കുത്തും കൊലപാതകവും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇതെല്ലാം അവർക്ക് പ്രചോദനം നൽകുന്നത് ലഹരി വലിയ പ്രശ്നമുള്ളതല്ല എന്ന് കാണിക്കുന്ന ചില സിനിമകളും, അതുപോലെ തന്നെ ലഹരിക്ക് കൂടുതൽ മദ്യം ഒഴുക്കുന്നതായ ഗവൺമെന്റുമൊക്കെയാണ് ഇവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കും. അങ്ങനെയുള്ളതായ കുഞ്ഞുങ്ങൾ മാറണം. പല കലാലയങ്ങളിലും വിവരങ്ങളുമായി ഗോകുൽ രമേശ് ചേരുന്നു. ഗോകുൽ, സിനിമ വളരെയധികം ലഹരി ഉപയോഗത്തെ സ്വാധീനിക്കുന്നു, കുട്ടികളെ പലതരത്തിൽ ലഹരിയുമായി ബന്ധപ്പെട്ട് വഴിതെറ്റിക്കുന്നു എന്നുള്ള വിമർശനങ്ങൾ പരക്കെ ഉയരുന്നതിനിടെയാണ് ഇപ്പോൾ കാതോലിക്ക ബാവയും സമാനമായ വിമർശനം ഉയർത്തുന്നത്. അദ്ദേഹം ഈ കാര്യങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? ഇതിൽ ഓർത്തഡോക്സ് സഭയും സഭയുടെ പരമാധ്യക്ഷനും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിരുന്നു. ഇന്നിപ്പോൾ ഓശാന ഞായറുമായി ബന്ധപ്പെട്ട ശുശ്രൂഷകൾക്കിടയിലാണ് ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ സന്ദേശത്തിനിടയിൽ വീണ്ടും ആ കാര്യങ്ങൾ കാതോലിക്ക ബാവ ആവർത്തിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും കലാലയങ്ങളിലെ കുട്ടികൾ ലഹരിയുടെ വലയിൽ വീണ് കഴിഞ്ഞിരിക്കുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ലഹരി ഉപയോഗത്തെ ലഘൂകരിക്കുന്ന രീതിയിൽ ഇന്നത്തെ സിനിമകൾ കുട്ടികൾക്ക് വലിയ പ്രചോദനമായിട്ട് മാറുന്നുണ്ട്. ലഹരി ഒരു പ്രശ്നമേ അല്ലെന്ന് ചില സിനിമകൾ തെറ്റായ സന്ദേശം നൽകുന്നുണ്ട്. ഇതിനൊക്കെ തന്നെ തടയിടേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിനെയും രൂക്ഷമായിട്ട് വിമർശിച്ചിട്ടുണ്ട് കാതോലിക്ക ബാവ. അതായത് സർക്കാർ മദ്യം നൽകി പ്രോത്സാഹനം നൽകുകയാണ് എന്നുള്ളതാണ് പറയുന്നത്. സർക്കാരിന്റെ മദ്യ നയത്തെ പറ്റിയൊക്കെ തന്നെ വലിയ വിമർശന രൂപേണ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശമുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ സിന്തറ്റിക് ഡ്രഗുകളിലേക്കല്ല, സിന്തറ്റിക് ട്രാക്കുകളിലേക്കാണ് കുട്ടികളെ വഴിതിരിച്ചു വിടേണ്ടത്. കായികപരമായിട്ടുള്ള അഭ്യാസങ്ങളിൽ കുട്ടികൾ ഏർപ്പെടേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ കാര്യത്തിൽ പത്തനംതിട്ട ജില്ലാ കളക്ടർ കഴിഞ്ഞ ദിവസം ഒരു മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം കാട്ടിക്കൊടുത്തുവെന്നും കാതോലിക്ക ബാവ പറയുന്നു. കുട്ടികളെ കളിക്കളത്തിലേക്ക് സ്വാഗതം ചെയ്ത കളക്ടറുടെ നടപടി, പത്തനംതിട്ട കളക്ടറുടെ നടപടി തികച്ചും മാതൃകാപരമാണ്. അത്തരത്തിലുള്ള നടപടികളിലേക്ക് നമ്മുടെ കുട്ടികൾ ഗോകുൽ രമേശാണ് വിവരങ്ങൾ പങ്കുവച്ചത് ഇപ്പോൾ കോട്ടയത്ത് നിന്ന്.